ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. സിറ്റിംഗ് MLA കൂടിയായ ജോബ് മൈക്കിളാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്താണ് ഒരു അവസാനത്തെ കണക്ക്? നല്ല ഭൂരിപക്ഷം എല്ലാ പഞ്ചായത്തും, വാഴപ്പള്ളി, കുറിച്ചി, തൃക്കുടുത്താനം, മാടപ്പള്ളി, പായിപ്പാട്, ഈ 5 പഞ്ചായത്തിനും ഭൂരിപക്ഷം കിട്ടും. ടൗണിനും ജനങ്ങൾ ഇവിടെ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഗ്രൗണ്ടിന് സ്റ്റേഡിയം ഉണ്ടായി. ആ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. സ്റ്റേഡിയത്തിൻ്റെ ചിലവ് എത്രയാണെന്നുള്ളത് അതിൻ്റെ നേതൃത്വം വഹിച്ച എഞ്ചിനീയർമാരെയും ഡിപ്പാർട്ട്മെൻറ്റോട് ചോദിക്കണം. MLA അല്ലല്ലോ ഇന്ന് സ്റ്റേഡിയം, കോൺട്രാക്ട് എടുത്തല്ലേ ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി വില കുറഞ്ഞ താഴ്ന്ന വെറും മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രചരണം നടത്തി അത് സ്പോർട്സുകാരൊന്നും അംഗീകരിക്കത്തില്ല. അവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും പച്ചയായിട്ടത് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള മ്ലേച്ഛമായിട്ടുള്ള ഇവിടെ വന്ന മാറ്റങ്ങൾ കാണണം. ചങ്ങനാശ്ശേരി ഇപ്പം നിങ്ങൾ നിൽക്കുന്നിടം തന്നെ ഇപ്പോൾ ഇവിടെ വലിയൊരു ശുചിത്വ പദ്ധതി വന്നല്ലോ. ഇതൊന്നും വരത്തില്ലെന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ റോഡുകൾ വന്നല്ലോ, KSRTC സ്റ്റാൻഡ് വന്നല്ലോ, ആശുപത്രി കെട്ടി സമുച്ചയം വന്നല്ലോ. ഇതിലൂടെ വന്ന മാറ്റങ്ങളാണ്. ഇതെല്ലാം ഒരു കോൺഫിഡൻസ് അല്ലേ? ഇത്ര എല്ലാ പഞ്ചായത്തിലും മുന്നിൽ പോകുമെന്ന് പറയുന്നത് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇതാണ്. അതെ, അത് ഇവിടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചിന്തയായിരിക്കും ജനങ്ങൾക്ക് വരുന്നത്. ഇവിടെ ജനങ്ങൾക്ക് പ്രാപ്തനായ MLA, ജനങ്ങൾ പറഞ്ഞാൽ ഏത് കാര്യങ്ങളും ചെയ്യുന്ന ഒരു MLA, അവരുടെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലുമെല്ലാം അവരോടൊപ്പം ഉള്ള ഒരു MLA, അതാണ് അവർക്ക് ആവശ്യം. ഈ തൃക്കൊടിത്താനത്ത് ഒരു അട്ടിമറി ഉണ്ടാക്കിയ ആളാണ് വിനു ജോബ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആയി പറയുന്നത്. തൃക്കൊടിത്താനത്ത് ഒരു അട്ടിമറി ഉണ്ടായില്ല. 1400 വോട്ട് അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമായിരുന്നു. അതല്ലാതെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് തന്നെ പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നപ്പോൾ കൂടുതൽ മെമ്പർമാരോട് എങ്ങനെയാണ്, ലേഡീസ് മെമ്പർമാരോട് എങ്ങനെയാണ് പെരുമാറിയത്, അതൊക്കെ കൃത്യമായി രേഖകളുണ്ട്. അതൊന്നും ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കതെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി അറിയാം. വ്യക്തിപരമായി ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അവിടെ അന്നുണ്ടായിരുന്നവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൂടുതലുള്ള മെമ്പർമാർക്കും ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ സഭകളുടെ വോട്ട് FCR പോലുള്ള വിഷയങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയാണ് ബാധിക്കുക? അത് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, സംസ്ഥാന ഗവൺമെൻറ് അതുമായിട്ട് ബന്ധമില്ലല്ലോ. സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഭൂരിപക്ഷം ചങ്ങനാശ്ശേരി ടൗണിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഉണ്ടാവും. ഈ മുന്നണി മാറ്റം, വിവാദങ്ങൾ, കുറെ ചർച്ചകൾ, അത് ഏതെങ്കിലും തരത്തിൽ രീതിയിലുള്ളതല്ലേ? അതൊക്കെ കഴിഞ്ഞു പോയ കഥകളാണ്. ഒന്നും ബാധിക്കില്ല. BJPയുടെ സ്ഥാനാർത്ഥി ചങ്ങനാശ്ശേരിക്കാരനാണ്, അതെങ്ങനെയാണ് ഒരു ഇമ്പാക്ട്? BJPയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം BJP വോട്ട് പിടിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മളെയൊന്നും ബാധിക്കുന്നതല്ല. നമ്മളെ ബാധിക്കുന്നതല്ല. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന? അപ്പോൾ ഞാൻ ഒരു 25,000 വോട്ടാണ്. കഴിഞ്ഞ തവണ 6,000 ആയിരുന്നു. അപ്പോൾ അത് കൂടും, ഇരട്ടിയാവും. 6049 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിന്റെ ഇരട്ടി കൂടുതലേക്ക് വരും. എന്തായാലും ഇതാണ് ജോബ് മൈക്കിളിന്റെ ആത്മവിശ്വാസം. കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ചങ്ങനാശ്ശേരിയിൽ എന്താകും വിധി എന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. കഴിഞ്ഞ തവണ ഏറ്റുമുട്ടി കേരള കോൺഗ്രസ് എം ജയിച്ചു. നേരത്തെ കഴിഞ്ഞ തെളിയിച്ചതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തിയാണിത്. എന്തായാലും അതാണ് ആത്മവിശ്വാസം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18.